പൾമണറി മെഡിസിൻ അഥവാ നെഞ്ചുരോഗ വിഭാഗം, പലപ്പോഴും റെസ്പിറേറ്ററി മെഡിസിൻ, പൾമണോളജി, ഇങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നുണ്ടെങ്കിലും ഈ വിഭാഗം കൈകാര്യം ചെയ്യുന്നത് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളെ പറ്റിയാണ്. അപ്പോൾ അതിനകത്ത് വിഭിന്നമായ ശ്വാസകോശ രോഗങ്ങളെ പറ്റിയുള്ള പഠനം, ഈ രോഗങ്ങൾ നിർണ്ണയിക്കാനുള്ള നൂതനമായ ടെസ്റ്റുകൾ, അതിൻ്റെ ചികിത്സകൾ, അതിനുതകുന്ന രീതിയിലുള്ള പ്രത്യേക ട്രെയിനിങ് കഴിഞ്ഞിട്ടുള്ള ഡോക്ടർമാരുടെ ഒരു വിഭാഗമാണ് പൾമണോളജി. ഇന്ന് നമുക്കറിയാം, ഏറ്റവും പ്രചാരത്തിലുള്ള കോവിഡ് ന്യൂമോണിയ വന്നപ്പോഴാണ് ഈ പൾമണോളജി വിഭാഗം കൂടുതൽ ജനകീയമായതും ജനങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകുന്ന രീതിയിൽ ആയിത്തീർന്നത്. അതിൻ്റെ പ്രധാന കാരണം നമ്മളുടെ ദൃശ്യമാധ്യമങ്ങൾ വഹിച്ച പങ്ക് തന്നെയാണ്. ഇന്ന് ജനങ്ങൾക്ക് അറിയാവുന്ന ഒരു വിഭാഗമായി മാറി പൾമണോളജി വിഭാഗം. ഈ വിഭാഗത്തിൽ പ്രധാനമായും ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, ഞാൻ പറഞ്ഞ പോലെ ന്യൂമോണിയ, ബ്രോങ്കിയൽ ആസ്മ, COPD, ലങ് ക്യാൻസർ, ഉറക്കത്തിലുണ്ടാകുന്ന ശ്വാസതടസ്സം, കൂർക്കമ്പലിയുമായി ബന്ധമുള്ള ശ്വാസതടസ്സങ്ങൾ, ശ്വാസകോശത്തിലുണ്ടാകുന്ന വെള്ളക്കെട്ട് എന്നിങ്ങനെ നിരവധിയായ ശ്വാസകോശ രോഗങ്ങളെ പറ്റിയുള്ള പ്രത്യേക വിഭാഗമാണ് പൾമണോളജി വിഭാഗം. അതിൽ തന്നെ രാത്രി ഉറക്കത്തിലുണ്ടാകുന്ന കൂർക്കമ്പലിയുമായോ അല്ലെങ്കിൽ തന്നെയോ ഉണ്ടാകുന്ന ശ്വാസതടസ്സവുമായി ബന്ധപ്പെട്ട രോഗങ്ങളെയാണ് സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്നത്. അപ്നിയ എന്ന് പറഞ്ഞാൽ ശ്വാസം നിന്നു പോകുക എന്നാണ്. അപ്പോൾ ഇത് എത്ര സമയം നിൽക്കണം? 10 സെക്കൻഡ് നിൽക്കുന്നതിനെയാണ് വൈദ്യശാസ്ത്രത്തിൽ അപ്നിയ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു രോഗി ഉറങ്ങുമ്പോൾ 10 സെക്കൻഡ് ശ്വാസം വലിക്കുന്നില്ലെങ്കിൽ നാം അതിനെ അപ്നിയ എന്ന് പറയും. അപ്നിയ 2 തരത്തിലുണ്ടാകാം. രോഗി ശ്വാസം വലിക്കാൻ ശ്രമിക്കുന്നു, എന്നാൽ വായു ഉള്ളിൽ കയറാത്ത അവസ്ഥ, അതിന് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ, അതായത് തൊണ്ടയിലുണ്ടാകുന്ന ശ്വാസനാളത്തിലുണ്ടാകുന്ന ഒരു അടവ്, തടസ്സം ശ്വാസത്തെ ഉള്ളിലേക്ക് കടത്തിവിടുന്നില്ല. എന്നാൽ മറ്റൊരു വിഭാഗം, രോഗി തന്നെ ശ്വാസം വലിക്കാൻ ശ്രമിക്കുന്നില്ല, അഥവാ സെൻട്രൽ സ്ലീപ്പ് അപ്നിയ, അതായത് തലച്ചോറിൽ നിന്നും ശ്വാസം വലിക്കാനുള്ള ഒരു പ്രേരണ അഥവാ സിഗ്നൽ വരുന്നില്ല എന്നുള്ളതിനെയാണ് സെൻട്രൽ സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്നത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് രോഗികൾ കാണുന്നത് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ, തൊണ്ടയിലുണ്ടാകുന്ന ശ്വാസതടസ്സം മൂലമുള്ള സ്ലീപ്പ് അപ്നിയ എന്നുള്ളതാണ്. എനിക്കൊന്ന് ഡോക്ടർ വളരെ വിശദമായിട്ട് തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്കൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു ഒട്ടും പരിചിതമല്ലാത്തൊരു വാക്കാണ് സ്ലീപ്പ് അപ്നിയ. പലർക്കും ഉണ്ടെങ്കിലും ഒരിക്കലും അത് അങ്ങനെ അഭിസംബോധന ചെയ്യപ്പെടാതെ പോകുന്നൊരു രോഗമാണ്. എന്തൊക്കെയാണ് ഇതിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ? എങ്ങനെ നമുക്ക് ശ്വാസം കിട്ടാതെ വന്നാൽ ഉള്ള ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. കിട്ടിയിൽ നമുക്ക് പെട്ടെന്ന് ആ ശ്വാസം പെട്ടെന്ന് കിട്ടാൻ വേണ്ടി നമ്മൾ ചാടി എണീറ്റ് പോകും, മനസ്സിലായോ? അത് നമുക്ക് ഓക്സിജൻ കിട്ടിയില്ലെങ്കിൽ അത് മരണത്തിലേക്കാണ് പോകാമെന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത്. ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് അത് അനുഭവിക്കുമ്പോഴാണ് കൂടുതൽ അറിയാൻ പറ്റുക. എന്തൊക്കെ തരം രോഗങ്ങളല്ലേ നമ്മുടെ ചുറ്റും വരുന്നത്? എനിക്കൊന്നു നിങ്ങളൊരു 2007 തൊട്ട് ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്നല്ലേ? അതെ, 2007 മുതലാണ് ഈ അസുഖം എനിക്ക് വന്നു തുടങ്ങിയത്. പല ഡോക്ടർമാരെയും കണ്ടു, ഒന്നും ശരിയായില്ല. അങ്ങനെയാണ് നമ്മൾ അമൃത ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. സ്ലീപ്പ് സ്റ്റഡി ചെയ്ത് അതിൽ നിന്നാണ് ഡോക്ടർ പറയുന്നത്, ഇത് ശ്വാസതടസ്സം വരുന്നത് നിങ്ങളുടെ ലങ്സിലേക്ക് പോകുന്ന ഓക്സിജൻ ട്യൂബ് ചുരുങ്ങി വരികയാണ്. അത് വികസിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ലങ്സിലേക്ക് ഓക്സിജൻ ശരിക്കും എത്തുകയുള്ളൂ. എനിക്ക് തോന്നുന്നു 2007 എന്നൊക്കെ പറയുമ്പം ആൻറ്റി വർക്ക് ചെയ്യുന്ന സമയമാണ് അല്ലേ? അപ്പം ഈ അങ്കിളിൻ്റെ അസുഖം എന്താണെന്ന് മനസ്സിലാവുന്നില്ല, അങ്കിളിനെ കൊണ്ട് ഒത്തിരി സ്ഥലത്ത് പോകേണ്ടി വരുന്നു. എങ്ങനെ ഈ ഒരു ജോലിയും കാര്യങ്ങളും ഈ ഒരു വീട്ടിലെ ഒരു ബുദ്ധിമുട്ടുകളും ഒക്കെ എങ്ങനെ ബാലൻസ് ചെയ്തു? മക്കള് ഒന്നും ആയിട്ടില്ല, കുഞ്ഞു മക്കളായിരുന്നു ആ സമയത്ത്. എങ്ങനെ ബാലൻസ് ചെയ്തത്? ദൈവകൃപയ ഒന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എല്ലാ കാര്യത്തിലും ഞാൻ ദൈവത്തെ ആശ്രയിച്ച് ആണ് എൻ്റെ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഉറക്കത്തിലാണ് ഞെട്ടി ഉണർന്നു കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഉറക്കം നഷ്ടപ്പെടുന്നതുകൊണ്ട് പകല് ഭർത്താവിന് ഉറക്കം തൂങ്ങൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥന തന്നെ എനിക്ക് ശരണം ഉണ്ടായുള്ളൂ. ഒന്നും കണ്ടെത്താനും പറ്റുന്നില്ല. ഡോക്ടർമാരെ മാറി മാറി കാണിച്ചു, വിവിധ ടെസ്റ്റുകൾ നടത്തി, അതിലും ഒന്നും കാണുന്നില്ല. ശരിക്കും എനിക്കൊന്നും തമ്പുരാൻ ഇങ്ങനെ പരിപാലിച്ചു കൊണ്ടുനടന്നു തോന്നുന്നു. നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാതെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുമ്പോൾ അത് ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ട് തമ്പുരാൻ പരിപാലിക്കും തോന്നുന്നു അല്ലേ?
അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നത്. ഈ ഒരു സമയത്ത് ഈ ഒരു രോഗത്തിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് പറയാൻ ഡോക്ടർ വീണ്ടും നമ്മളോടൊപ്പം ഉണ്ട്. നമുക്കൊന്ന് കാണാം. ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ രോഗി ഉറങ്ങുമ്പോഴാണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ രോഗി ഉറക്കത്തിൽ ഈ ലക്ഷണങ്ങൾ കാര്യമായി പറയുന്നത് കുറവായിരിക്കും. എങ്കിൽ തന്നെ ചിലർ രാത്രിയിൽ എനിക്ക് ശ്വാസം കിട്ടാതെ ഞെട്ടി എണീക്കേണ്ടി വരാറുണ്ട്. അല്പനേരം എണീച്ചിരുന്നാൽ പിന്നെ വീണ്ടും ശ്വാസം ഓക്കെ ആവും, വീണ്ടും കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ സംഭവിക്കുക എന്നുള്ള ലക്ഷണങ്ങൾ ചിലപ്പോൾ രോഗി പറയാറുണ്ട്. പലപ്പോഴും ഇവർ പകൽ സമയത്തെ ലക്ഷണങ്ങളാണ് കൂടുതലും പറയുക. പകൽ സമയത്ത് അവർക്ക് ഉറങ്ങി എണീക്കുമ്പോൾ സാധാരണ കിട്ടുന്ന പോലൊരു ഫ്രഷ്നെസ് തോന്നുന്നില്ല, എനർജി തോന്നുന്നില്ല, തലവേദനിക്കുന്നു, എത്ര ഉറങ്ങിയാലും പകലും മതിയാകുന്നില്ല. വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ടി വി കാണുക, അല്ലെങ്കിൽ ഒരു ഓഫീസിലെ ജോലി ചെയ്യുക, അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ചെയ്യുമ്പോൾ പോലും ഉറക്കം വരിക, അല്ലെങ്കിൽ സംസാരിച്ചു കൊണ്ടുമ്പോൾ ഉറങ്ങിപ്പോവുക, പലപ്പോഴും അപകടത്തിൽപ്പെടുക, ഡ്രൈവ് ചെയ്ത് ഉറങ്ങിപ്പോയി പലപ്പോഴും അപകടത്തിൽപ്പെടുക എന്നിങ്ങനെ നിരവധിയായ ലക്ഷണങ്ങൾ രോഗി ഒരു പക്ഷേ പറഞ്ഞേക്കാം. അതിന് പുറമെ ഇവർക്ക് തന്നെ മൊത്തത്തിൽ അവരുടെ ജീവിതം സുഖകരമല്ല, എന്താണെന്ന് അവർക്ക് അറിയുന്നില്ല, പറയാൻ സാധിക്കുന്നില്ല, അവർക്കൊരു എനർജി കുറവ്, പഴയ പോലത്തെ ഒരു ഉന്മേഷമില്ലായ്മ എന്നിങ്ങനെ ഒരു നോൺ സ്പെസിഫിക്, ഒരു പ്രത്യേകതയില്ലാത്ത ലക്ഷണങ്ങളുമായിട്ടും കാണാറുണ്ട്.